അങ്ങനെ സൂര്യ ഫാൻസുകാർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമയായിട്ടുള്ള സൂര്യയുടെ റെട്രോ സിനിമയുടെ ട്രെയിലർ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് റിലീസ് ചെയ്തു. ട്രെയിലർ കട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ മലയാളിയായിട്ടുള്ള അൽഫോൺസ് പുത്രനാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർത്തിക് സുബ്രാജ്, അൽഫോൺസ് പുത്രൻ, ബോബി സിംഹ ഇവരൊക്കെ ഒരു കൂട്ടുകാരാണ്. അതായത് സിനിമയുടെ തുടക്ക കാലഘട്ടത്തിൽ ഇവരൊക്കെ ഒരുമിച്ചായിരുന്നു സിനിമ സ്വപ്നം കണ്ടതും അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമയിൽ എത്താൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ കാർത്തിക് സുബ്രാജിന്റെ ഈ ഒരു പടം, റെട്രോ പടം, ട്രെയിലർ കട്ട് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ടുള്ളത് അൽഫോൺസ് പുത്രനാണ്. അൽഫോൺസ് പുത്രൻ എന്ന കാര്യം നമുക്ക് പറയേണ്ട കാര്യമില്ല. പ്രേമം നല്ല ഹിറ്റാണ്, നേരം നല്ല ഹിറ്റാണ്, ഗോൾഡിൽ നല്ലൊരു ഫ്ലോപ്പ് കിട്ടി. കുറച്ച് ആള് എയറിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ട്രെയിലർ ആള് ഇത് കട്ട് ചെയ്തിട്ടുള്ളതിനെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് പടത്തിന്റെ ഒരു ആവറേജ് ട്രെയിലർ ഫീൽ ആകും. അതായത് കങ്കുവയ്ക്ക് ശേഷം സൂര്യക്ക് ഒരു നല്ലൊരു കംബാക്ക് അല്ലെങ്കിൽ നല്ലൊരു ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, സിനിമാ പ്രേമികളും സൂര്യ ഫാൻസുകാരും. പക്ഷെ ഒരു സ്റ്റാർഡത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് പടം നല്ല പടമായിരിക്കും, ട്രെയിലർ കണ്ടാൽ അറിയാം. ഈ കാർത്തിക് സുബ്രാജിന്റെ ഒരു പടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു അട്ടർ ഫ്ലോപ്പ്, കൊടുംവാള് അങ്ങനത്തെ ഒരു സംഭവം വരില്ല. കങ്കുവയ്ക്ക് വന്ന പോലത്തെ ഒരു സംഭവം ഒരിക്കലും വരില്ല. അതൊക്കെ 100% ഗ്യാരണ്ടിയാണ്. പിന്നെയുള്ളത് പടം എത്രത്തോളം ടോപ്പ് ലെവലിലേക്ക് പോകുമോ, അതൊരു ആവറേജ് ലെവലിൽ നിൽക്കുമോ, ഒരു എബോ ആവറേജ് ലെവലിൽ പോകുമോ എന്നുള്ളതൊക്കെയാണ്. ട്രെയിലർ കണ്ടിട്ട് എനിക്ക് അത്ര വലിയ ഗൂസ് ബംസ് അല്ലെങ്കിൽ ഒരു മാസ് എലമെന്റ് നിറഞ്ഞ ട്രെയിലർ ആയിട്ടൊന്നും തോന്നിയില്ല. ഒരു ഡീസന്റ് ക്ലാസ് പടായിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. സിനിമ വന്നാലേ നമുക്ക് ഫുള്ള് പറയാൻ പറ്റുള്ളൂ. പ്രത്യക്ഷത്തിൽ നമുക്ക് ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവില്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ആ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. ട്രെയിലർ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസി ട്രെയിലർ, അൽഫോൺസ് പുത്രന്റേതായിട്ടുള്ള ഒരു ടച്ച് ആ ട്രെയിലർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. റിപ്പീറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരണത് ഗോൾഡിലൊക്കെ ഉള്ള പോലത്തെ. അപ്പോ ഈ ഒരു പടം സൂര്യക്ക് വളരെയധികം അനിവാര്യമാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരു സ്റ്റാർഡം ലെവലിൽ നിന്നിട്ടുള്ള നടൻ ഒരു ഡൗൺഫോൾ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനിയും പുള്ളിക്ക് കയറി വരാനുള്ള പൊട്ടൻഷ്യൽ പുള്ളിക്ക് ഉണ്ട്. പക്ഷെ പുള്ളി എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, എൻ്റെ പേഴ്സണൽ മാത്രം ഒപ്പീനിയൻ ആണ്, പുള്ളി സ്റ്റാർഡത്തിനെ പിടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഫാൻസുകാരെ കൺസിഡർ ചെയ്യുന്ന രീതിയിൽ, തന്റെ ലോക്കൽ ഫാൻസുകാരായിക്കോട്ടെ, ഏത് ഫാൻസുകാരായിക്കോട്ടെ, അവരെ കൺസിഡർ ചെയ്യുന്ന, തിയേറ്ററിൽ ഒരു ഓളം ഉണ്ടാക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു FDFS ഒക്കെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള പടങ്ങൾ പുള്ളി ഇറക്കണം എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. ഒരു 3 പടം അങ്ങനെ ചെയ്തിട്ട് 4ാമത്തെ പടം ഒരു എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു JBM പോലത്തെ പടങ്ങൾ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സൂര്യ പോട്ടർ പോലത്തെ പടം ചെയ്തുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ സ്റ്റാർഡം വിട്ട് കളിക്കല്ലേ സൂര്യണ്ണ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. കാരണം സിംഗം പടം റിലീസ് ചെയ്യുന്ന ടൈം നമുക്ക് നല്ല ഓർമ്മയുണ്ട്. സിംഗം, അയൻ, അതേപോലെ തന്നെ ആദവനൊക്കെ കേരളത്തിലുള്ള ക്രൗഡ് എത്ര പേര് ഫസ്റ്റ് ദിവസം പടം കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. തൃശ്ശൂരൊക്കെ ആദവൻ പടത്തിന് കണ്ടിട്ടുള്ള ക്രൗഡ് സൂര്യയുടെ വേറൊരു പടത്തിന് അത്ര ക്രൗഡ് കണ്ടിട്ടില്ല. അത്ര ടോപ്പ് ലെവലായിരുന്നു ആദവൻ പടത്തിന്, മാട്രാൻ പടത്തിനൊക്കെ. അപ്പൊ ആ ലെവലിലുള്ള ഒരു സ്റ്റാർഡത്തിനെ ബൂസ്റ്റ് ചെയ്യുന്ന, ഫാൻസുകാരെ ബൂസ്റ്റ് ചെയ്യുന്ന ലെവലുള്ള പടങ്ങൾ പുള്ളി ചെയ്തു വരികയാണെങ്കിൽ പുള്ളിക്ക് വീണ്ടും നല്ല ലെവലിൽ തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പുള്ളി അങ്ങനെ വന്നിട്ടുള്ളതാണ് ഇപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ട്. റെട്രോ പടം എനിക്ക് അങ്ങനത്തെ ഒരു ഫീലും തോന്നുന്നില്ല. ഗുഡ് മൂവി, എന്തായാലും നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലൊരു പടമായിരിക്കും റെട്രോ, അതിലൊന്നും യാതൊരു മാറ്റില്ല. പക്ഷെ ഒരു തിയേറ്ററിൽ ഓളുണ്ടാക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു ബാക്ക് ടു ബാക്ക് ഗൂസ് ബം സീൻസുകളോ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ പവർ സ്റ്റാർഡം കാണിക്കുന്ന ലെവലിലുള്ള സീൻസുകളോ കാര്യങ്ങളൊന്നും റെട്രോയിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പടം കണ്ടു കഴിയാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് റെട്രോ ട്രെയിലർ കണ്ടിട്ട് തോന്നിയെന്നുള്ളത് ഒന്ന് താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നത്തെ ഒരു കാര്യം, നമ്മുടെ മലയാളികൾ ഒരുപാടുണ്ട്. കാർത്തിക് സുബ്രാജ് അറിയാലോ, മലയാളമായിട്ടൊരു ടച്ച് ഉണ്ട്. നമ്മുടെ ജോജു ജോർജ് ഉണ്ട്. അതുപോലെ തന്നെ മഹേഷിനെ പ്രതി ട്രെയിലർ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ആളുണ്ട്, പുള്ളിയുടെ പേര് അറിയില്ല. ജയറാമ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മറ്റേ പുള്ളിക്കാരിയുടെ പുള്ളിക്കാരിയുടെ സ്വാസിക ഉണ്ട്. അപ്പോൾ ആർട്ടിസ്റ്റ് വൈസ് ഒക്കെ മലയാളത്തിൽ നിന്നൊക്കെ കുറെ അധികം പേരുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായാലും ഈ സിനിമ സക്സസ് ആവട്ടെ എന്ന് നമ്മൾ പേഴ്സണലി ആഗ്രഹിക്കുന്നു. മെയ് 1 റിലീസ് ചെയ്യുന്നത്. മെയ് 1 നാനിയുടെ ഹിറ്റ് 3 പടം ഉണ്ട്. അപ്പൊ ഹിറ്റ് 3 ഒരു സസ്പെൻസ് ത്രില്ലർ ആയിട്ട് കുറെ ഒരു ഓഡിയൻസ് അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. പക്ഷെ ഇത് രാവിലെ 8:30 ഷോ തുടങ്ങുമെന്നാണ് പറയുന്നത്. നാനിയുടെ ഫാൻസും ഷോ എടുത്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് കേട്ടോ. എന്തായാലും നിങ്ങൾ ഏത് പടത്തിനാണ് മെയ് 1 പോകാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ട്രെയിലറിന്റെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാം.